ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. രാഹുവിന്റെ അപഹാരത്തിൽ കല്യാണം നടത്തരുതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത് എല്ലാവർക്കും പൊരുന്തുമോ? നമുക്ക് നോക്കാം. ഒരു ജാതകത്തില് രാഹു ദശ വരികയാണ്. രാഹുവിന്റെ അപഹാരം വരികയാണെന്ന് വിചാരിക്കാം. ദശ എന്ന് പറയുമ്പോൾ രാഹുദശ 18 വർഷം. 18 വർഷം വന്ന സമയം കല്യാണം നടത്തണമെന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ബുദ്ധി വരുന്ന സമയം ഇപ്പൊ രാഹുദശയില് രാഹുവിന്റെ അപഹാരം, രാഹു ബുദ്ധി, തമിഴിൽ ബുദ്ധി എന്ന് പറയും. രാഹു ദിശയിൽ ബുദ്ധി എന്ന് നമ്മൾ തമിഴിൽ പറയും. യഥാർത്ഥത്തിൽ ആ വീട് വളരെ കറക്റ്റ് ആയിട്ട് പോകും. ദിശ എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ, ബുദ്ധി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് എന്നെടുത്താൽ വളരെ ക്ലിയർ ആയിരിക്കും ഇത്. അപ്പൊ സൂര്യദശയില് രാഹുവിന്റെ അപഹാരം, ചന്ദ്രദശ രാഹു, ചൊവ്വാദശ രാഹു, ബുധദശ രാഹു, വ്യാഴദശ രാഹു, ശുക്രദശ രാഹു, ശനിദശ രാഹു. ഇങ്ങനെ എന്തുകൊണ്ടായിട്ട് ഇതിങ്ങനെ പറയണേന്ന് വെച്ച് കഴിഞ്ഞാല് ചില ദശകളിലാണ് പ്രശ്നം വരാറ്. ചൊവ്വാദശയിൽ വന്നേക്കാം കുഴപ്പം, സൂര്യദശയിലും ചന്ദ്രദശയിലും വന്നേക്കാം. ബാക്കിയുള്ള ദശയിൽ അത്ര വന്നെന്നില്ല. എന്നാൽ ശനി ദശയിൽ രാഹുവിന്റെ അപഹാരം വന്നേക്കാം. കാര്യം ഇതൊക്കെ ചെറിയ ചിലത് വലിയ തോതിൽ കാലപ്പകയും ചിലത് ചെറിയ തോതിൽ കാലപ്പകയും ഉണ്ടാക്കും. കാലപ്പക എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോ ഈ അപഹാരങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ സൂര്യദശയില് രാഹുവിന്റെ അപഹാരം, ഇത് കാൽക്കുലേറ്റ് ചെയ്യണ മെത്തേഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് രാഹു 18, സൂര്യൻ 6, ഇത് തമ്മിൽ ഗുണിച്ചിട്ട് അതിനെ ദിവസം, മാസം, വർഷം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അപഹാരം കിട്ടും കേട്ടോ. അത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കാനൊട്ടും പാടില്ല. സോഫ്റ്റ്വെയറിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഫ്രീ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ ഈ സമയമാണെങ്കിൽ കല്യാണം നടത്തി കഴിഞ്ഞാൽ കുഴപ്പമെന്നാണ് പലരും പറയണത്. എപ്പോഴും അങ്ങനെയാണോന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങളുടെ ജാതകത്തിൽ രാഹുവിന്റെ അപഹാരം വരുമ്പോൾ കല്യാണം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. കല്യാണം നടക്കാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നെഗറ്റീവ് കർമ്മയാണോ പോസിറ്റീവ് കർമ്മയാണോ എന്ന് നോക്കണം. എന്താന്ന് വെച്ചാൽ കല്യാണം എന്ന് പറയുന്നത് തന്നെ ഒരു ബന്ധനമാണല്ലോ, ഒരു ബന്ധനമാണല്ലോ. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. അപ്പൊ ഇത് നെഗറ്റീവ് കർമ്മയാകോ എന്ന് നമ്മൾ നോക്കണം. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നെഗറ്റീവ് കർമ്മം രാഹുവിന്റെ ദശയിൽ നമ്മൾ അനുഭവിക്കൂ, രാഹു നെഗറ്റീവ് കർമ്മയായിട്ട് കണക്ട് ആവൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോ സൂര്യദശ, സൂര്യനും രാഹുവും അത്ര നല്ലതായിട്ട് പോവില്ല, ശത്രു. ചന്ദ്രന് രാഹുവിന് ചന്ദ്രനോടൊന്നും അത്ര നല്ല ലെവലല്ല. ചൊവ്വ രാഹുക്ക് ചേർന്നവനാണെങ്കിലും ചൊവ്വാദശയിൽ രാഹുവിന്റെ അപഹാരം ഈ ഇടിവെറ്റേറ്റവനെ പാമ്പ് കടിച്ചു എന്നുള്ള അവസ്ഥയായിരിക്കാൻ സാധ്യത. എന്നാൽ അസ്ട്രോളജിയിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ബലം പറയുന്നത് ശരിയായി വരത്തില്ല. ഇപ്പൊ ഒരു ലഗ്നം, ഞാൻ മേഷലഗ്നമാണ് എപ്പോഴും എടുക്കാറ്. ലഗ്നം എടുക്കുന്നു, രാഹു ഇരിക്കുന്നത് 3, ഇവിടെ 4-ാം ഭാവത്തിലാണെന്ന് വിചാരിക്കാം. ചന്ദ്രന്റെ രാശിയിൽ ഞാൻ 4-ാം ഭാവത്തിൽ ചന്ദ്രന്റെ രാശിയിൽ ഇരുന്നു എന്ന് വെച്ചാൽ ഇവിടെ ചന്ദ്രന് രാഹുവായിട്ട് ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടും 4-ാം ഭാവമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ടും ഈ സമയത്ത് കല്യാണം വരാനുള്ള സാധ്യത കൂടും. ഈ ചന്ദ്രൻ എവിടെയാണ് ഇരിക്കണേന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ചന്ദ്രൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പ്രശ്നം വരത്തില്ല. എന്നാൽ ഈ ചന്ദ്രൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ സമയത്ത് കല്യാണം നടത്തിയാൽ കുഴപ്പമാകും. അതായത് രാഹുവിന് സ്വന്തമായിട്ട് വീടില്ലാത്ത, അതായത് ഇത് ഈ ഗ്രഹത്തെ പറയുന്നത് തന്നെ ഛായാഗ്രഹം. ഛായ എന്ന് പറഞ്ഞാൽ നിഴൽ ഗ്രഹമാണ്. അപ്പൊ ചന്ദ്രന്റെ വീട്ടിലിരിക്കുന്ന രാഹു എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പറ്റി നിൽക്കുന്നു. അപ്പൊ ചന്ദ്രന്റെ ബലം, ആ ചന്ദ്രന്റെ കർമ്മം ഇതിനെ ബാധിക്കും. ഇവിടെ ചന്ദ്രൻ 2-ാമത്തെ രാശിയിൽ ഭർത്തവ്യാമഹലം മിത്തം വാണി ചക്ഷുസ ദക്ഷിണ എന്ന് പറഞ്ഞ കർമ്മമായിട്ട് കണക്റ്റഡ് ആണ്. ഉദാഹരണം ഫാമിലി, ധനം, ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയില്ല. എന്നാൽ ഇവിടെ 8-ാം ഭാവമായിട്ട് കണക്റ്റഡ് ആണ്, 8-ാം ഭാവമായിട്ട് കണക്റ്റഡ് ആണ് ചന്ദ്രൻ. 8-ാം ഭാവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രഹം, അഷ്ടമം
കേട്ടിട്ടുണ്ടല്ലോ 6, 8, 12 ഭാവങ്ങള് കുഴപ്പം ആണ് എന്നുള്ളത്. അത് എല്ലായ്പ്പോഴും വരില്ല, അത് വേറെ റൂളുകളുണ്ട്, പിന്നീട് നമുക്ക് നോക്കാം. ഇതെന്തായാലും ഇവിടെ ചന്ദ്രൻ ഇരിക്കുമ്പോൾ ചന്ദ്രന് ബലമില്ല, ബലം ഇല്ല. കാരണം എന്താ? വൃഷഭ രാശി ചന്ദ്രന്റെ ഉച്ചരാശി, വൃശ്ചിക രാശി ചന്ദ്രന്റെ നീചരാശി. അപ്പൊ ഈ ചന്ദ്രന് രാഹുവിന് വീട് കൊടുത്തവന് ബലമില്ലാത്തത് കൊണ്ട് ഇവൻ വീക്കായി നിൽക്കും. ഇനി ഇദ്ദേഹത്തിന് തീയ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ കുറച്ചും കൂടി ദോഷം കൂടത്തേ ഉള്ളൂ. അപ്പോ അത് ബലവാനായിട്ടുള്ള ഗ്രഹത്തിന്റെ ദൃഷ്ടിയാണെങ്കിൽ ഗുണം ചെയ്യും. എന്നാൽ ബലമില്ലാത്ത തീയ ഗ്രഹത്തിന്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോ ഈ രാഹു ഈ ഇരിക്കുന്ന ചന്ദ്രന്റെ ക്ഷേത്രം പ്രശ്നമായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് നെഗറ്റീവും ഇവിടെ ഇരിക്കുന്നത് പോസിറ്റീവായിട്ട് എടുക്കാം. എന്നാൽ രാഹു ഇവിടെ ഇരിക്കുകയാണ്, 3-ലിരിക്കുകയാണെങ്കിൽ രാഹുവിന് സ്വതവേ ബലമുണ്ട്. ഈ 3-ലിരിക്കുന്ന രാഹുവിന്റെ കാലത്ത് ജാതകൻ കൂടുതൽ മുയർച്ചകള്, ട്രയൽസ്, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന സമയമായിരിക്കും. ഈ സമയത്ത് ശുക്രന്റെ ദൃഷ്ടി ലഭിച്ചു കഴിഞ്ഞാലോ, ശുക്രന്റെ യോഗമൊക്കെ ലഭിച്ചു കഴിഞ്ഞാലോ ഒക്കെ കല്യാണം നടക്കാം. വേണ്ട, വ്യാഴ ദൃഷ്ടി ഇവിടെ നിന്നുണ്ടെന്ന് വിചാരിക്കുക, സ്ട്രെയിറ്റ് ദൃഷ്ടി ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. അപ്പൊ 3-ലിരിക്കുന്ന രാഹുവിന്റെ അപഹാരത്തില് പ്രശ്നം പറയേണ്ടതില്ല എന്നർത്ഥം. ഇവന് വീട് കൊടുത്തിട്ടുള്ള ബുധൻ ഇവിടെ പോയെന്ന് വിചാരിക്കുക, അപ്പൊ ചിലപ്പോ കുഴപ്പം പറയേണ്ടി വരും. കാരണം 6-ാം ഭാവാധിപത്യം അനുസരിച്ചുള്ള ഗ്രഹം 12-ൽ പോയി കഴിഞ്ഞാൽ അതിന് വേറൊരു ഇതുണ്ട്, മെഡിക്കൽ ഫീൽഡൊക്കെ ആയിട്ട് ബന്ധം വരാം, എന്നാൽ വിദേശത്ത് ഉള്ള ജോലിയായിട്ട് ബന്ധം വരാം. എന്നാലും ഇവന് ബലം കുറവായതുകൊണ്ട് ആ ഫീൽഡിൽ തന്നെ ബലമില്ലാത്ത ആളുകൾ ആയിട്ടുള്ള കണക്ഷനിൽ വരുന്ന കർമ്മങ്ങൾ ബാധിച്ചേക്കാം, ബലമില്ലാത്തത് കൊണ്ട്. എങ്കിലും ബുധനും രാഹുവും തമ്മിൽ പ്രശ്നം അല്ലാത്തതുകൊണ്ട് ആ ഫീൽഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ നോക്കാം, വിദേശത്ത് പോകേണ്ട ബന്ധങ്ങളൊക്കെ ആണെങ്കിലൊക്കെ നോക്കാം. കാര്യം ഇതിരിക്കുന്നത്, വീട് കൊടുത്തവന് ഇരിക്കുന്ന ഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അന്ന് കൂടുതൽ ബലം ഉണ്ടെങ്കിൽ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും. മാത്രമല്ല ചില സ്ഥാപനങ്ങളിൽ രാഹു ഇരുന്ന് കഴിഞ്ഞാൽ ബലം കൂടുതലുണ്ട് എന്നുള്ളതും ഓർക്കേണ്ടതാണ്. ഞാൻ കൂടുതൽ സമയം നീട്ടുന്നില്ല, ഇത് പറഞ്ഞ് ഈ വിഷയം തന്നെ വേണമെങ്കിൽ 1 മണിക്കൂർ നമുക്ക് സംസാരിക്കാനുണ്ട്. എൻ്റെ പഴയ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും രാഹുവിന്റെ അപഹാരം വന്ന സമയത്ത് കല്യാണം നടത്തണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത് അത്ര ശരിയല്ല. പലരും അങ്ങനെ ഒഴിവാക്കുന്നത് കണ്ടത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം. എന്നാൽ ഈ 3 സെറ്റും, ഈ 4 സെറ്റ്, സൂര്യൻ ദശയിൽ രാഹു, ചന്ദ്രദശയിൽ രാഹു, ചൊവ്വ ദശയിൽ രാഹു, ശനി ദശയിൽ രാഹു ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവർക്ക് വീക്ക്നെസ് ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വീക്ക്നെസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അല്ലെ, ഷഷ്ടം, അഷ്ടമം, വ്യയം, ഈ സാധനങ്ങൾ, ഷഷ്ടാഷ്ടമ രിഭം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞാല് കഷ്ടാൻഭവേത് എന്നൊക്കെ പറഞ്ഞ ബ്രാഹ്മണങ്ങൾ ഉണ്ടല്ലോ, അത് ഓർക്കണം. പിന്നെ അതിന്റെ ഉച്ചാതി നീചസ്ഥാനങ്ങൾ നോക്കേണ്ടതാണ്. ഞാൻ വിശദീകരണത്തിൽ കൂടുതൽ പോകുന്നില്ല. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.